ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗാണ്. റമദാനിലെ ചിലപ്പോൾ ലാസ്റ്റത്തെ വ്ളോഗായിരിക്കും കേട്ടോ. ഇന്ന് ഈ വെള്ളക്കടല വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫലാഫൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതായി കുട്ടികൾക്കൊക്കെ മുടി വെട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ കൊറോണ ആയതുകൊണ്ട് തന്നെ ഇവനെ മുടി വെട്ടിക്കാൻ പുറത്ത് കൊണ്ടുപോയിട്ടുമില്ല. ഇത് പേടിയാണ് കേട്ടോ. നിനക്ക് കുളിക്കണ ഇഷ്ടമല്ല, നിനക്ക് മുടി വെട്ടണ ഇഷ്ടമല്ല, നിനക്ക് ജീവിതത്തിൽ എന്താ ഇഷ്ടമുള്ളത്? കളിക്കുന്നത്. അങ്ങനെ പുഡിങ്ങും പിന്നെ മാവ്, വെള്ളം പോലെയുള്ള മാവുണ്ട്, ചപ്പാത്തി, അതിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇന്നത്തെ വ്ളോഗിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കമൻ്റായിട്ട് ഒരു ഇമോജി എങ്കിലും ഇട്ട് വിടുക. അതുപോലെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മുടെ വീഡിയോ, എങ്കിലേ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ലൈക്കൊക്കെ ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ ഹയാൻകുട്ടൻ്റെ മുടിയും കൂടെ വെട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് വേറെ വഴിയില്ല. പുറത്തേക്ക് കുട്ടികളെ വിടുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഹെയ്സനൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയതിന് ശേഷം പുറത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇറങ്ങി ഓടാണ് കേട്ടോ പൂച്ചനെ നോക്കാനും വേണ്ടിയിട്ട്. പോയി കുട്ടി പോണ് എവിടെ? പൈപ്പിൽ കളിക്കാണ്. വടി വടി വടി. വിളിക്ക്, അതാ അവിടെ വിളിക്ക്. ബാപ്പറ വിളിക്ക്. സ്വത്താണല്ലേ, സ്വത്താണ്. ഹയനെ അങ്ങനെ മക്കളുടെ ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കയറണം. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് മാവ് കൊണ്ട് ചപ്പാത്തി, അതായത് വെള്ളം പോലെയുള്ള മാവ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇടാൻ കുറച്ച് മുരിങ്ങയിലയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ തന്നെ ഉണ്ട്, അതങ്ങനെ പറിച്ചു കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങ ഇലയിൽ പുതിയതായിട്ട് കുഞ്ഞ് ഇല ഉണ്ടാവില്ലേ, അതായത് അധികം മൂക്കാത്തത്, ആ ഇളമ്പലയാണ് പറിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് മല്ലി ഇലയാണ് വേണ്ടത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയാതെയും വേണമെങ്കിൽ ഇടാം. അപ്പോൾ വലുതായിട്ട് കാണുമ്പോൾ മക്കൾ കഴിക്കില്ല, അതുകൊണ്ടാണ് ചെറിയ കുഞ്ഞതാക്കിയിട്ട് അരിയുന്നത് കേട്ടോ. നേരത്തെ തന്നെ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും മുരിങ്ങയിലയും കൂടെ ചേർത്തത് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനാണ്. അതൊന്ന് ആറട്ടെ, അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്തും കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ട വാഷ് ചെയ്തിട്ട് പൊട്ടിച്ചാൽ മതി കേട്ടോ.
ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ മുട്ട വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മുട്ട നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് പാൻ അധികം ചൂടാവാൻ നിൽക്കണ്ട, ലേറ്റായിട്ടൊന്ന് ചൂടാവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിടണം, എങ്കിൽ നന്നായിട്ട് പൊള്ളിയിട്ട് വരുള്ളൂ കേട്ടോ. ശരിക്കും ചപ്പാത്തീൻ്റെ പോലെ തന്നെ ഫുള്ളായിട്ട് പൊള്ളിയിട്ട് വരും. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ ഈ ചൂടിൻ്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ കിട്ടും. പിന്നെ നമുക്ക് ചട്നിയാണ് ഇതിന്, ചമ്മന്തി, ഇവിടെ ചട്നി എന്നൊക്കെയാണ് കേട്ടോ പറയുക. ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. തേങ്ങാ ചമ്മന്തിയും പിന്നെ തക്കാളിയും ഉള്ളി ഇട്ടിട്ടാണ് മറ്റേ ചമ്മന്തി കാണിച്ചില്ല. അത് തക്കാളിയും ഉള്ളിയും കൂടി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ റെസിപ്പി ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദോശൻ്റെ പണികൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ ഇടയിൽ. തണ്ണിമത്തൻ ജ്യൂസും പിന്നെ മാങ്ങ ഷേക്കും കൂടിയിട്ടാണ് ഇന്ന് നോമ്പ് തുറക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതുപോലെയാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ചപ്പാത്തിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ പൊള്ളി നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല സോഫ്റ്റുള്ളൊരു മാവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് പോവാം. തോട്ടം എന്ന് പറയുമ്പോൾ കളിയാക്കണ്ട, എൻ്റെ ഈ കുഞ്ഞു തോട്ടം ഇതാണ്. നമ്മുടെ മാങ്ങ മരത്തിലുള്ള മാങ്ങകളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. നിങ്ങളുടെ വീടുകളിലും കുറച്ച് സ്ഥലമുള്ളെങ്കിലും, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ഗാർഡനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്, അതേപോലെ നിങ്ങൾക്കും ചെറിയ ലെവലിലാണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അവനവൻ്റെ വീട്ടിൽ തന്നെ പറ്റുന്ന പോലെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. എന്തൊരു സുഖമാണെന്നറിയോ, നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ ഇതുപോലെ പറിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള എന്തൊക്കെയാണ് ഉള്ളത്, നിങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ എന്നെ. എന്താ വേണ്ടത്? എല്ലാരും നോമ്പ് തുറക്കുമ്പോൾ തരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ തുടങ്ങാം. ഇനി ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കടലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊരു മിക്സിയിലോ എന്തിലെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പാണ്, 2 കപ്പോളം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെറിയ സ്പൂണിലാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ജീരകപ്പൊടിയാണ്, ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇക്കപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് ഷേപ്പ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പായി കിട്ടിക്കോളും. ഇനി ഞാനിതൊക്കെ ഷേപ്പ് ആക്കിയതൊക്കെ ഒരു ഇലയിൽ വെക്കുന്നുണ്ട്. നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലുള്ള ഒരു കുഴപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എണ്ണ അത്യാവശ്യം നന്നായിട്ട് കുടിക്കും. പക്ഷേ നമ്മൾ ഇപ്പോൾ ചിക്കനൊന്നും വേണമെന്നില്ല, കട്ട്ലേറ്റായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്, ഹെൽത്തിയും കൂടിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കടല ഭയങ്കര ഹെൽത്തിയാണ്. സോ എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കൂടി നിങ്ങൾ പറയണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ഹോളൊക്കെ ഇട്ട് നോക്കിയതാണ്. ഏതായാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക്
ലാവിഷായിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമ്മുടെ പച്ചക്കറിയും അല്ലെങ്കിൽ നമ്മുടെ കടലവർഗ്ഗങ്ങളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. കുട്ടികളെന്തായാലും അവർക്കറിയില്ലല്ലോ ലോക്ക്ഡൗൺ ആണ്, ഷോപ്പുകളൊന്നും ഇല്ല, നമുക്ക് വരുമാനം ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇതുപോലെ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചു. പക്ഷേ മക്കൾക്ക് കുറേ വേണം, എടുത്ത് വെക്കേണ്ട, ഇന്ന് തന്നെ ഫുള്ളായിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഉമ്മാക്കും കൂടെ കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ നിന്ന് ആർക്കും വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ എല്ലാം ഫുള്ളായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഇന്ന് മാങ്ങ ഷേക്കും കൂടി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മാങ്ങ കുറച്ച് മുറിച്ചും കൂടി വെക്കുന്നുണ്ട് നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. പാല് കൊണ്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പാല് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിന്ന് ഓറിയോ പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓറിയോ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ അടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മിക്സ് ആയതിനെ നമുക്ക് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് റവയാണ്. റവ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലവർ കുറവാക്കിയിട്ട് റവ ഇട്ട് കൊടുത്താണ്. പിന്നെ ഇത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 1 സ്പൂണോളം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. കളർ ചേഞ്ച് വരും, ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ. കൊക്കോ പൗഡർ ഇല്ലെങ്കിലും നമുക്കിത് വെള്ള കളറായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ജ്യൂസ് റെനക്കുട്ടി അടിക്കുന്നുണ്ട്. ഷേക്കാണ്, മാംഗോ ഷേക്കാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. അയാൻ എന്താ ചെയ്യണേ? എന്തിന്? ഈ മുട്ട ഫ്രിഡ്ജിൽ കൊണ്ട് വെക്ക്. അതിനെ കഴുകിയ വാങ്ങ. കഴുകിയതാണ്. നമ്മുടെ പുഡിംഗ് മിക്സ് ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ട് കിട്ടും. നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ നമുക്ക് പുഡിംഗ് ആയിട്ടും കഴിക്കാം. ഇതിലേക്ക് ഇനി അലങ്കരിക്കാനായിട്ട് ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും അതുപോലെ ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാങ്കൊടുത്ത് അങ്ങനെ നോമ്പുറൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അത്താഴത്തിനുള്ളത്. ഒരു നോമ്പും കൂടെ അല്ലെങ്കിൽ 2 നോമ്പും കൂടെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചാമ്പയ്ക്ക എല്ലാവർക്കും ഈക്വലായിട്ട് 1 ചാമ്പയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ 6 പേർക്കും ഈക്വലായിട്ട് എടുക്കുന്നുണ്ട്. എനിക്കും ഇക്കാക്കും മാത്രം ലാസ്റ്റ് ചെറിയൊരു കഷ്ണത്തിൽ 2 എടുത്തു. ഹയാനും ഹെയ്സനും അങ്ങനെ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ പുഡിങ്ങും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്ന് വെള്ളം പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിൽ ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ
അടുത്ത ആൾ നന്നായിട്ട് അതൊക്കെ പറിച്ച് ഞാൻ സ്റ്റൈലിൽ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു നോക്കിയപ്പോൾ നമ്മുടെ ഏസും കുട്ടി അതൊക്കെ പിടിച്ച് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ എത്ര ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്നുള്ള കാര്യമാണ് ചോദിക്കാനുള്ളത്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.